ഹലോ ഓൾ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ നാട്ടിലേക്ക് പോവാണ്, കൊല്ലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ തിരുവോണമൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി ഓണം സെലിബ്രേഷനൊക്കെ നാട്ടിലാണ്. അപ്പോൾ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി രാവിലെ തന്നെ ഇറങ്ങി. ഞങ്ങൾ കൊച്ചു കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം വഴി പോയതുകൊണ്ട് വലിയ തരക്കേടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എത്താൻ സാധിച്ചു. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. വഴിയിലെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കട നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാം തന്നെ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ പോയി വന്നപ്പോൾ ചങ്ങനാശ്ശേരി ആകാറായപ്പോഴേക്കും ഹോട്ടൽ ശരവണ ഭവൻ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ കയറി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കയറി. അപ്പോൾ ഞാനും അമ്മയും കൂടി ഭൂരിയാണ് ഓർഡർ ചെയ്തത്. ഭൂരി എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ് ഗൈസ്. അങ്ങനെ ഞാനതെല്ലാം കുത്തി പൊട്ടിച്ചതിന് ശേഷം കഴിച്ചു തുടങ്ങി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വലിയ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ അധികം കഴിച്ചതുമില്ല. എനിക്കെന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനിയും ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനിതുവരെ എൻ്റെ ഒരു വ്ലോഗിലും എൻ്റെ ഫാമിലി കാണിച്ചിട്ടില്ല. ആകെ ഞാൻ അമ്മയെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അമ്മ എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്കി റിലേറ്റീവ്സിനെ ഒക്കെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഓണം എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ്. കരുനാഗപ്പള്ളിയിലാണ് കുഞ്ഞമ്മയുടെ വീട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ റെയിൽവേ ട്രാക്കിൽ കുറച്ച് നേരം കിടക്കേണ്ടതായിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി. ഇപ്പോൾ കായംകുളമായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അമ്മ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയി ഗൈസ്. ഫൈനലി ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ അനിയത്തി, ഇതാണ് കുഞ്ഞമ്മയുടെ വീട്, ഇതെൻ്റെ ചിറ്റപ്പനാണ്, ഇതാണ് എൻ്റെ കുഞ്ഞമ്മ. വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞമ്മയാണ്. അപ്പോൾ നല്ല അടിപൊളി അത്തപ്പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ കൂടുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പോൾ അതേ ചിറ്റപ്പൻ ഇത് അലുവ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നു. നല്ല അടിപൊളി അലുവയായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, അലുവ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. നല്ല സൂപ്പർ അലുവ ഉണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണിത്, എൻ്റെ അനിയൻ. അപ്പോൾ അവൻ ഈ വീഡിയോ എടുക്കുന്നതിലൊന്നും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ചയോടുകൂടിയായി. അപ്പം തന്നെ കുഞ്ഞമ്മ എല്ലാം സദ്യ എല്ലാം വെച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ആകെ അടപ്രഥമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെക്കാനായിട്ട്. അപ്പോൾ അതെന്തായാലും ചിറ്റപ്പൻ അങ്ങ് ഏറ്റെടുത്തു. ചിറ്റപ്പനാണ് ഇന്നത്തെ അടപ്രഥമൻ സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ചിറ്റപ്പനും ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി ഒരു സൈഡിൽ നിന്ന് അടപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങി ഗൈസ്. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തിക്കുട്ടി. ഇത് ആപ്പിൾ കട്ട് ചെയ്യുന്ന എൻ്റെ അനിയനാണ് ഗൈസ്. അങ്ങനെ തേങ്ങയെല്ലാം പൊതിച്ച് കട്ട് ചെയ്ത് വന്നപ്പോഴേ ഞൊങ്ങ് കിട്ടി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞൊങ്ങ്. എൻ്റെ ഫേവറേറ്റ് ആണ്. എന്തായാലും കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് അടപ്രഥമന് വേണ്ടുന്ന പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. എൻ്റെ അനിയത്തിയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ എന്തോ കാണാനില്ലെന്നും പറഞ്ഞ് അവളത് ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഉരുളി എടുത്തു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു. മുന്തിരിങ്ങ ആദ്യം തന്നെ അതിലിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ കശുവണ്ടി, നമ്മുടെ കാഷ്യൂ ഇതുപോലെ വറുത്ത് കോരി എടുക്കണം. അതുപോലെ തന്നെ തേങ്ങ നമ്മൾ കൊത്തി വെച്ചതും ഇതുപോലെ വറുത്ത് കോരി എടുക്കണം. 3 തന്നെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വറുക്കുക. അതിനുശേഷം കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളറായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് കുറച്ച് അധികം നേരം നമ്മൾ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ട് വരും. അതൊരു ബ്രൗൺ കളറിലേക്ക് ആകുമ്പോഴേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ച അട നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഈ അട നെയ്യുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പോൾ 1-ാം പാലും വേണം, 2-ാം പാലും വേണം. ആദ്യം തന്നെ 1-ാം പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം 2-ാം പാലും എടുക്കണം. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം ഈ അടയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ശരിക്കും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത് നല്ലൊരു ജോലിയാണ്. 1-ാം പാലും 2-ാം പാലും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഏലക്കയും പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ച് നമുക്ക് എടുക്കാം. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2-ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല കട്ടിയാവും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ചൗവരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കുറുകി കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, മുന്തിരിങ്ങ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഏലക്കയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് 2 സ്പൂൺ നെയ്യും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ ആദ്യം കുറച്ചേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി കുറച്ചുണ്ട്. അതും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രഥമൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പെണ്ണുങ്ങളും കൂടി കുറച്ച് നേരം ഇരുന്ന് കത്തി അടിച്ചു. അപ്പോഴേക്കും ഊണ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഇലയൊക്കെ ഇട്ട് ചോറൊക്കെ ഇട്ട് നമ്മളിനി സദ്യ കഴിക്കാൻ പോവാണ്. ആദ്യം ഞങ്ങൾ പിള്ളേർ സെറ്റാണ് കേട്ടോ കഴിക്കാനിരുന്നത്. കുഞ്ഞമ്മയുടെ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. കുഞ്ഞ് വെക്കുന്ന എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അങ്ങനെ നല്ല കിടിലം കറിയൊക്കെ കഴിച്ച് ചിറ്റപ്പൻ്റെ പ്രഥമനും കുടിച്ചു. നല്ല സൂപ്പർ പായസമായിരുന്നു കേട്ടോ. അങ്ങനെ ചിറ്റപ്പനും കുഞ്ഞമ്മയും അമ്മയൊക്കെ ഊണയച്ചു. ഏകദേശം ഞങ്ങളൊരു സൈഡ് ആവാറായി കേട്ടോ. ഊണൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോഴേക്കും ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.